ഈ തണുപ്പത്ത് നീ പുറത്തു പോകാൻ നിക്കല്ലേ, വല്ല പനിയും വിളിച്ചാലോ? അവള് പിന്നെ എപ്പോഴും ഒറ്റയ്ക്കല്ലേ വരുന്നത്. സമയം 8 മണിയായിട്ടുള്ളൂ. മഞ്ഞുള്ള കാരണം വേഗം ഇരുട്ടായതാ. അവള് വല്ല ഓട്ടോറിക്ഷ പിടിച്ച് വരും മോനെ. എല്ലാരും നോക്കാതെ ഏട്ടാ ചായ. ടേബിൾ വെച്ചോ. അവൻ എണീറ്റോ? ഇല്ല, എണീറ്റിട്ടില്ല. മോളോ? അവള് ഷട്ടിൽ കളിക്കാൻ പോയിട്ട് വന്നിട്ടില്ലമ്മേ. അവൾക്ക് എവിടെ പുറത്തേക്ക് പോകണം പറഞ്ഞു. ഡ്രസ്സ് ഒന്ന് അയൺ ചെയ്ത് വെക്കണേ. കളിക്കാനോ? പിന്നെ രാവിലെ എണീച്ച് അതല്ലേ പണി. വീട്ടിലിരുന്ന് നിന്നോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അതാ കളിന്റെ പേരും പറഞ്ഞ് പുറത്തിറങ്ങിയത്. അതിന്റെ ആവശ്യമൊന്നുമില്ല, വീട്ടിലെ പണിയൊക്കെ അടുത്തമ്മ ചെയ്തോളും. പിന്നെ വെക്കേഷൻ ആവണ്ടായിരുന്നു തോന്നുക. ആടാ, ബോറടിച്ചു. നോക്കട്ടെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ് പുറത്തിറങ്ങാൻ നോക്കാം. ആ, ശരി ശരി. ചേച്ചി, പാല് മാത്രല്ലേ ചേച്ചി? മുട്ടയില്ല? ചേച്ചിക്ക് മറന്നു മോളെ, എനിക്ക് പോകാൻ സമയമായി. മോള് പോയി ബോയിൽ ചെയ്ത് കഴിക്കോ? ഒന്ന് ആക്കി ചേച്ചി, ഞാൻ ടയേർഡായി വരികയല്ലേ. അതിന് 5 മിനിറ്റ് മതി, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി ചേച്ചി. മോളെ, മുട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ആവുമ്പോ എടുത്ത് കഴിച്ചോ. പിന്നെ ഏട്ടൻ എണീക്കുമ്പോ ഒന്ന് പറയണേ. അമ്മ മേലെയാ, എനിക്ക് പോകാൻ സമയമായി. മോള് വരുമ്പോ ഒന്ന് പറഞ്ഞാ മതി. അപ്പൊ ഞാനിപ്പോ വരേ. ഈ രാത്രി നീ എങ്ങോട്ട് പോവുക? അവളുടെ തുണിക്കടയിൽ നിന്ന് ആരോ ലീവാണത്രേ, അതുകൊണ്ടൊന്ന് ലേറ്റ് ആവാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ ഷോപ്പിൽ നിന്ന് ഇറങ്ങിണ്ടാവും, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ഈ തണുപ്പത്ത് നീ പുറത്തു പോകാൻ നിക്കല്ലേ, വല്ല പനിയും വിളിച്ചാലോ?
അവള് പിന്നെ എപ്പോഴും ഒറ്റയ്ക്കല്ലേ വരുന്നത്. സമയം 8 മണിയായിട്ടുള്ളൂ. മഞ്ഞുള്ള കാരണം വേഗം ഇരുടായതാ. അവളൊരു ഓട്ടോറിക്ഷ പിടിച്ച് വരും മോനെ. അത് ശരിയാ, നല്ല മഞ്ഞുണ്ട് പുറത്ത്. അവൾ ഒറ്റയ്ക്ക് വന്നോട്ടെ. നീ എന്താ ഇത്ര നേരം? ഈ തണുപ്പും മഞ്ഞൊക്കെ ആയതുകൊണ്ട് 8 മണിക്ക് ഷോപ്പ് അടിക്കുമല്ലോ. 8 മണിക്ക് വീടത്തേണ്ടതല്ലേ, പിന്നെ ഇത്രയും വൈകിയത്? ഷോപ്പൊക്കെ 8 മണിക്ക് അടച്ചമ്മേ. പിന്നെ ഇങ്ങോട്ടേക്ക് എല്ലാ സമയത്തും ബസ് ഇല്ലല്ലോ. അവസാനം ആ ജംഗ്ഷനിൽ ഇറങ്ങി ഇങ്ങോട്ട് നടന്നു വന്നത്. എന്നാ പിന്നെ ആ ജംഗ്ഷൻ ഓട്ടോറിക്ഷ വന്നാ പോരെ? എന്തിനാ ഈ മഞ്ഞത്ത് 2 കിലോമീറ്റർ നടന്നത്? അവിടെ ഓട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറെ നേരം നോക്കി നിന്നു. പിന്നെ കാണാതിരുന്നപ്പോഴാ ഏട്ടന്റെ ഫോണിലേക്ക് 3-4 തവണ വിളിച്ചത്. അപ്പൊ എടുത്തില്ലല്ലോ. പിന്നെ ഞാൻ നടന്നു വന്നത്. അതെന്റെ ഫോൺ സൈലന്റ് ആയിരുന്നു. ഞാൻ ഇപ്പഴാണ് മിസ് കോൾ കണ്ടത്. മതി മതി, സംസാരം നിൽക്കാൻ സമയമില്ല. നീ ഡ്രസ് മാറ്റിയിട്ട് അടുക്കളയിൽ കയറാൻ നോക്ക്. മനുഷ്യന് വിശന്നിട്ട് വയ്യ. എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്ക, ഞാൻ എന്താ മെഷീനാണോ അമ്മേ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു പണി ചെയ്യാറുണ്ടോ? എന്തിന്? നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് പോലും ഞാൻ എടുക്കാറുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഒരു വേലക്കാരന്റെ വില പോലെ എനിക്ക് തന്നിട്ടുണ്ടോ? ഇവിടുത്തെ പണിയും കഴിഞ്ഞ് 10 മണിക്കൂർ ടെക്സ്റ്റൈൽസിൽ നിന്നിട്ടാണ് ജോലി ചെയ്യുന്നത്. അതും കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ എടുത്തു തന്നിട്ടുണ്ടോ? വന്ന് കയറിയെന്ന് പറയും അടുക്കളയിൽ കയറി വിശന്നിട്ട് വയ്യാന്നൊക്കെ. ഏട്ടന്റെ ബിസിനസ് പൊളിഞ്ഞിട്ട് ഇപ്പൊ എത്ര മാസം ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്നത്? അമ്മയോ പൂജ എന്തെങ്കിലും ഒരു പണിക്ക് പോകുന്നുണ്ടോ? ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുവന്നിട്ടില്ലേ ഈ വീട്ടിലെ സകല ചെലവും കഴിയുന്നത്? എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? അമ്മയ്ക്കൊരു മോളുള്ളതല്ലേ. നാളെ കല്യാണം കഴിഞ്ഞാൽ അവളും ഇതേപോലെ വേറൊരു വീട്ടിലേക്ക് പോകേണ്ടതല്ലേ. അപ്പൊ അവളുടെ വീട്ടുകാരും അമ്മായിയമ്മ അവളോട് ഇങ്ങനെ ചെയ്താ നിങ്ങൾ ആരെങ്കിലും വെറുതെ ഇരിക്കോ? അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കില്ലേ? നിങ്ങളുടെ പ്രശ്നത്തിനാണെങ്കിൽ എന്തിനാ എന്നെ വെറുതെ വലിച്ചഴിക്കുന്നത്? ഓ, നീ വന്നോ? രാവിലെ ഞാൻ സമയമായി ഇറങ്ങട്ടെ പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? എനിക്ക് മുട്ട പുഴുങ്ങി തന്നിട്ട് പോയാ മതി എന്നല്ലേ? നിനക്ക് കയ്യും കാലും ഇല്ലേ? നിന്റെ കാര്യങ്ങളും കൂടി ഞാൻ ചെയ്തു തരണോ? അമ്മന്റെ കാര്യം പോട്ടേന്ന് വെക്കാം. നീ പഠിച്ചൊരു കുട്ടിയല്ലേ, നിനക്ക് കുറച്ച് വിവരമില്ലേ? നാളെ കല്യാണം കഴിഞ്ഞ് നിനക്ക് ഇതുപോലൊരു സിറ്റുവേഷൻ വന്നാ നീ കയ്യും കെട്ടി മിണ്ടാതിരിക്കോ? ഈ വീട്ടില് പണി ചെയ്യാൻ മടിയായതുകൊണ്ട് പറഞ്ഞതല്ല. പുറമെ ജോലിയും ചെയ്ത് നിങ്ങളുടെ എല്ലാവരുടെയും കാര്യം ഞാൻ ഒറ്റയ്ക്ക് തന്നെ നോക്കണം എന്ന് പറയുമ്പോ അതെന്നെ കൊണ്ട് കഴിയുന്നില്ല അമ്മേ. ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ, സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. ഇപ്പൊ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കഴിക്കാൻ ഉണ്ടാക്കി തരേണ്ടത്?